പേടിച്ചായനോട് ഒറ്റയ്ക്കുള്ളപ്പോ ഒന്ന് വരണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കണം. എന്താ മേരി പ്രത്യേകിച്ചൊരു വിശേഷം? അല്ല, എന്നോട് ഏതാണ്ട് ചോദിക്കാനോ പറയാനോ മറ്റോ ഉണ്ടെന്ന്. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. കാലം ആലോചിക്കുമ്പോഴേ കാര്യം അറിയരുതോ പേടിച്ചായ? എന്നാലേ എനിക്കൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. എനിക്കൊരു ബ്ലൗസിന്റെ പെണ്ണ് തരുമോ? അതിനല്ലേ കടം തുറന്നു വിടിയിരിക്കുന്നത്. കിട്ടാ ബോഡീസ് കാണണം, തിളങ്ങണം, വില പറഞ്ഞിരിക്കണം കേട്ടാ. അത് മതി. ഒന്ന് നിവർന്നല്ലേ, എന്റെ അളവ് തെറ്റും. 80 സെന്റിമീറ്റർ മതി കേട്ടാ. ആഹാ, കടയിൽ പോവാതെ കറങ്ങി നടക്കുക. ഞാൻ ആ ചിട്ടിക്കാരനെ തിരക്കി പോയതാ, കണ്ടില്ല. ഏത് ചിട്ടിക്കാരൻ? വീട്ടിൽ വെച്ചോ ഒന്ന് കാണാൻ സൗകര്യമില്ല. എന്നാ പിന്നെ നാട്ടുവഴിയിലാക്കാന്ന് വെച്ചല്ലേ? എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കണ്ടേ പ്രവേട്ട? എനിക്ക് തോന്നുന്നത് അച്ഛനും അപ്പച്ചനും ഒക്കെ സമ്മതിക്കുന്ന. എനിക്ക് വിശ്വാസമില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതുകൊണ്ടല്ലേ ഈ കുടുങ്ങി കിടക്കുന്നത്. ആഹാ, എന്നാ ഞാൻ നോക്കിക്കോളാം. സാറ് കുറെ നേരമായി നിന്ന് സൊല്ലുന്നു. ബേബിച്ചായനെ അന്വേഷിക്കുന്നുണ്ടാവും. വേഗം കടയിൽ പോവാൻ നോക്ക്. എന്താ ബോറടിച്ചോ? ബോറാകാതിരിക്കാൻ വേണ്ടിയാ. സംഗതിയല്ല. എന്താ പാപ്പി? അതിനാല് കാളയുടെ കുണ്ടിച്ച് ജീപ്പ് മുട്ടിച്ച് എന്നിട്ട് കാണാൻ കൊണ്ടിക്കൊന്നും പറ്റിയ ചങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് വിളിച്ച്. സാരമില്ല, നിനക്ക് തന്തയില്ലല്ലോ. എന്റെ തന്തക്കല്ല, വറീച്ചന്റെ തന്തക്ക്. അപ്പം ചോദിക്കണം. പറയിച്ചെന്റെ തന്ത ഞാൻ കണ്ടിട്ടുള്ളൂ. ആഹാ, നീ വേണം വെച്ചി അങ്ങനെ തന്തയുണ്ടോന്ന് ഞാൻ നീ ചോദിക്കട്ടെ. അച്ചിപ്പാപ്പി ആളുമാവാം, കാര്യം ഒന്നും കാണുന്നില്ല. എന്തായി ഗ്രേസിയുടെ കല്യാണാലോചന? അവള് സമ്മതിക്കണ്ടേ? ഇക്കാലത്ത് അഴകും അലങ്കാരവും ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? 10 പണം കയ്യിലുള്ള ചെറുക്കനാണോ പെണ്ണിന് സുഖമായി? ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഒരു ജാതിയായിരുന്നെങ്കിൽ പെണ്ണിനെയും ചെറുക്കനെയും തിരക്കി നാട് മുഴുവൻ നടക്കണ്ടായിരുന്നു. ഇന്നാണ് ഈ പ്രഭാരം വീട്ടിൽ പറയുവാ അവന് പള്ളിയിലെത്തനാവാൻ വലിയ കൊതിയാണെന്ന്. നമ്മുടെ ഗ്രേസി ഇവിടെ പറയും അവർക്ക് കല്യാണത്തിനായാൽ മതിയെന്ന്. അതൊക്കെ സൂത്രമല്ലേ അച്ചാമ്മേ? നമ്മൾ വളർന്ന കാലഘട്ടമാണോ ഇത്? ഇതിനിടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെ. നേരെ ഒരുപാടായി. അത്താഴത്തിന് അരിയിട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ രാത്രി ഗോതമ്പാക്കിയ പിന്നെ ഇരട്ടി പണിയാണ്. ഒന്ന് വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും, 8 വെച്ചാൽ 16 കിട്ടും. ആർക്കും വെക്കാം, എന്തും വെക്കാം, ഏതും വെക്കാം, എപ്പോഴും വെക്കാം. രാജാവേ കണ്ടോ, കമ്പനിക്ക് ലാഭം, കമ്പനിക്ക് ലാഭം. 6 സ്ഥലം കാലിയാക്ക്. ഇനിയും വെക്കാം, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എന്തും വെക്കാം. രാജാവേ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും. എത്തി കഴിഞ്ഞോ? 3 കണ്ടോ, കണ്ടോ, കണ്ടോ കൂട്ടു, കണ്ടോ 3. രാജാവേ, 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും, 8 വെച്ചാൽ 6, ആർക്കും വെക്കാം. രാജാവേ, 5 വെച്ചാൽ 10 കിട്ടും. 10 പോയാലോ? 10 പോയാൽ വീട്ടിൽ പോവാം. ശരി, എന്നാ 4 ഞാനും വെച്ച് നോക്കട്ടെ. ഡയമണ്ടിൽ തന്നെ വെക്കും. എനിക്കാണ് അടിച്ചത്. കാശാടോ എടോ, കാശാടോ, കാശുവാ കാശ്. 10 രൂപ ഇട്, 10 രൂപ ഇടോ. അങ്ങനെതാ അതിന്റെ ഒരു വീട്. എങ്ങനെ പോവുകയാണ്? എന്താണ് നിക്കണം? അല്ല, വെക്കുന്നില്ല. വേണ്ട, ഇനി വെച്ചാല് ക്ഷീണിക്കും. ഇതെന്തോ അതുപോലെ ആർക്കും അടിക്കാം. ആർക്കും ശരീരം വരെ നോക്ക്. പോയി ബനിയം പോയി, ബനിയം എന്റെ ചെരുപ്പിന് കാലന്മാരെ ഇങ്ങനെ അക്രമം ചെയ്യാവണ. വേണ്ട 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 വേണ്ട. 12 ആണെന്തായാലും 10. തുടങ്ങിയല്ലോ.
കുഴിപ്പകടാ 3 2 അതങ്ങനെ 3 2 5 വരുന്നത് നോട്ടപ്പകട 2 നോട്ടപ്പകട 3 നോട്ടപ്പകട 2 നോട്ടപ്പകട 3 താൻ എപ്പോഴും എങ്ങനെയാ തന്റെ കൂടെ ഞാൻ കളിക്കുന്നില്ല കൊതിയ മാപ്പിള എന്റെ കൂടെ കളിക്കാൻ ഇനി എന്റെ പട്ടി വരും മാപ്പിളമാരെ മാത്രമല്ല മാനന്മാരും കൊയ്യന്മാരാ കൊതിയ മാപ്പിള ഈ വർഗത്തിനെ വിശ്വസിക്കാൻ പറഞ്ഞു നോട്ടപ്പകട 3 ആയിരുന്നു കേട്ടോ. നീ പോടെ പറഞ്ഞു നീ എവിടെയാണോ അല്ല 2 വഴിയുള്ളൂ. 2 ഇല്ല. നമുക്കങ്ങ് ക്ഷമിക്കാം. വാ കളിക്കാം. ആ മനുഷ്യന്റെ കൂട്ടത്തിൽ ഇനി എന്റെ ആയുസിൽ ഞാൻ കളിക്കത്തില്ല. കളി നിർത്തിയോ? അപ്പച്ചനെവിടെ? അച്ഛാ കാപ്പി. കാപ്പിന്റെ അപ്പനെ കൊണ്ട് കുറഞ്ഞു അപ്പച്ചനെ ഇങ്ങോട്ട് വിളിക്കട്ടെ, കളി കഴിഞ്ഞില്ലല്ലോ. അയാളുടെ കൂടെ കളിക്കാൻ ഇനി അറക്കനാണുള്ള രണ്ടാമത് എനിക്ക് വരണം. ഇനിയിപ്പോ ജയിച്ചു വന്നാലും എന്നോട് കളിക്കത്തില്ല. കുഞ്ഞുപിടിച്ച മനുഷ്യനെ തന്റെ ഒന്ന് കളിയല്ലേ ഇച്ച, ഇത്ര വായിച്ചു പിടിച്ചാലോ? ഇത്തവണ വാശി തന്നെയാ. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, 100ാമത്തെ പ്രാവശ്യം. പിന്നെ 101ാമത്തെ പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കിയാലോ? അല്ല ഞാൻ ഇപ്പൊ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല, അതുപോലെ അപ്പച്ച കാപ്പി നിന്റെ നന്ദി കൊണ്ടേ കൊടുക്കും. അച്ഛന് കൊടുത്തു. എനിക്ക് വേണ്ട. ഭക്ഷണ സാധനങ്ങളുടെ മുമ്പിലേക്ക് വാശി പിടിക്കല്ലേ. ഇങ്ങനെ ഉണ്ടാവട്ടെ. പൊന്നമുട്ടി പറയിച്ചൊരു തന്റെ ഒന്നേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ കുപ്രസിദ്ധമാണ്. ഒന്നേ ഉള്ളൂ ഒരു തന്ത വാവരച്ചു മുതലാളി നേരം പോണ്. നീ ഒരു ഒറ്റ ദിവസം വിളിക്കുന്നുണ്ടാണ് ഞാൻ വരുന്നത്. വേറെ ചില വെറുതാക്കാരിവിടെ ഇരിപ്പുണ്ട്, അവരാരും വിളിച്ചാൽ ഞാൻ വരത്തില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. പന്ത്രണ്ട്. ആഹാ, ബേസിക്കൊക്കെ ഇപ്പോഴും പഠിക്കാൻ പോണ്ടോ? വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിൽ പോവാ. ഇതെന്താണൊരു കുളിച്ചു മാറ്റം? ദാ ഇത് നോക്കിയോ, ഒന്നുകൂടെ നടക്കണം തോന്നുന്നില്ലേ? അത് വേറെ എന്താണ്, വെറുതെ അല്ല ആളുകൾ പരിമളമേരിന്ന് വിളിക്കുന്നത്. കാശ് മുടക്കിട്ടോ. അപ്പൊ മീൻ കച്ചവടം നിർത്തിയോ? കച്ചവടമൊക്കെ അത് തന്നെയാണ്. പക്ഷെ മേരിയുടെ അടുത്ത് വരുന്നവര് മീൻ മണക്കാന്ന് പറയാൻ പാടില്ല. നേരെ പോയി, ഞാൻ പോട്ടെ. മറിയിച്ചമ്മയുടെ മോളല്ലേ? ഇത്തിരി പൗഡർ ഇട്ട് നടന്നോ? പൗഡർ ഇട്ടിട്ടുണ്ട്. ഇട്ടാന്നറിയണം. ചുമ്മാണോ? കാശ് മുടക്കിട്ടല്ലേ പൗഡർ കിട്ടുന്നത്? ഇത് വേണ്ട, വിലപിടിപ്പുള്ള ബോഡീസാണ്, മരവാണ്. മാതാവേ, നേരെ ഒരുപാടായില്ല, കണ്ണപ്പനെ കാണാൻ പോണേന്ന്. കൊച്ചു വരണില്ലല്ലോ.